മക്കളെ +1 ഫിസിക്സിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 10 ഡെറിവേഷൻസ് ആണ് ഞാൻ നിങ്ങളുടെ മുന്നോട്ട് വെക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഒരു കാര്യം നിങ്ങളോട് പറഞ്ഞിട്ട് നമ്മുടെ ലൈവുകൾ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ സൂപ്പർ 6ൽ എല്ലാ മക്കളും ഉണ്ടായിരിക്കണം. എണ്ണം പറഞ്ഞ 60 ചോദ്യങ്ങളായിരിക്കും നമ്മൾ അവിടെ ഡീൽ ചെയ്യാനായിട്ട് പോകുന്നത്. നിങ്ങൾ എക്സാമിനേഷൻ കാണാൻ പോകുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഡീൽ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും നമ്മുടെ സൂപ്പർ 6ലേക്ക് പോന്നേക്കണം. എക്സാമിൻ്റെ തലേ ദിവസമാണ്. അപ്പോൾ ഈ വീഡിയോ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ പ്രാവശ്യം നിങ്ങളോട് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിരിക്കുന്ന ഡെറിവേഷൻസിനെ പറക്കിയെടുത്തിട്ടാണ് ഞാൻ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത്. നമുക്ക് എന്ത് ചെയ്യാം, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 10 ഡെറിവേഷൻ നിങ്ങൾ ഒന്നും പഠിച്ചിട്ടില്ല എങ്കിൽ ഈ 10 ഡെറിവേഷൻ എങ്കിലും പഠിക്കണം. ഇത് മാത്രം പഠിച്ചിട്ട് പോകണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. ഒന്നും പഠിക്കാത്തവർ ഇതെങ്കിലും പഠിച്ചിരിക്കണം. ഈ 10 ഡെറിവേഷൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങളുടെ ബക്കറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കണം. അത് ഇമ്പോർട്ടൻ്റ് ഡെറിവേഷൻ ആണ്. അപ്പോൾ നോക്കിയാലോ, സിമ്പിളായിട്ട് നോക്കാം. റെഡി ആണോ എങ്കിൽ ഒന്നാമത്തെ കൈനമാറ്റിക് ഇക്വേഷൻ ഫ്രം ഗ്രാഫ് ആണ്. നമുക്കറിയാം ഇക്വേഷൻ മോഷനകത്ത് വെലോസിറ്റി ടൈം ഗ്രാഫിൽ നിന്ന് നമ്മൾ 3 ഇക്വേഷൻ ഡിറൈവ് ചെയ്യുന്നുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ പ്രാവശ്യം എക്സാമിന് ചോദിച്ചിരിക്കുന്നത് ഈ പൊസിഷൻ ടൈം റിലേഷൻ ആണ്. എല്ലാ മക്കളും എന്ത് ചെയ്യണം, ഈ ഡെറിവേഷൻ പഠിച്ചിട്ട് മാത്രമേ എക്സാം ഹാളിൽ കയറാൻ പാടുള്ളൂ. അടുത്ത ചാപ്റ്ററായ മോഷനെ പ്ലെയിൻ നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ പ്രൊജക്റ്റൈൽ മോഷനുമായിട്ട് ബന്ധപ്പെട്ട് ഏതെങ്കിലും ഒരെണ്ണം ചോദിക്കാം. അത് ടൈം ഓഫ് ഫ്ലൈറ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ റേഞ്ച് ആയിരിക്കാം. അതല്ല എങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഹൈറ്റ് ആണ് അല്ലേ. അപ്പോൾ ഞാൻ അതിനൊരു സാധ്യത കാണുന്നത് എന്തിനാണ്, ഈ ഹൊറിസോണ്ടൽ റേഞ്ച് എന്ന് പറയുന്ന ആ ഒരു ഡെറിവേഷനാണ് ഞാൻ കുറച്ചുകൂടെ സാധ്യത കാണുന്നത്. ആ ചാപ്റ്ററിൽ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ ഡെറൈവ് ചെയ്യുന്നുണ്ട്, അനലിറ്റിക്കൽ മെത്തേഡ് നമ്മൾ ഡെറൈവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു ഡെറിവേഷൻ പഠിച്ചിട്ട് വേണം എക്സാം ഹാളിൽ കയറാനായിട്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ സ്റ്റെപ്പുകളും കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് സ്ക്രീൻഷോട്ട് എടുക്കാൻ പറ്റുവാണെങ്കിൽ എല്ലാവരും എന്ത് ചെയ്യുക, ഒന്ന് സ്ക്രീൻഷോട്ടൊക്കെ എടുത്ത് വെച്ചുള്ളൂ. അതിനുശേഷം നമ്മുടെ ലോസ് ഓഫ് മോഷൻ ആണ്. ലോസ് ഓഫ് മോഷനകത്ത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ബാങ്കിങ് ഓഫ് ഫ്രോഡ് ആണ് ആ ചാപ്റ്ററിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡെറിവേഷൻ. അതെല്ലാ മക്കളും എന്ത് ചെയ്യുക, പഠിച്ചിട്ട് പോവുക. ലോസ് ഓഫ് മോഷനകത്ത് പിന്നീട് നമുക്കറിയാം സർക്കുലർ റോഡ് ഉണ്ട്, അതേപോലെ ലോ ഓഫ് കൺസർവേഷൻ മൊമെന്റവും FECകൾ MA ഡെറിവേനൊക്കെ 2 മാർക്കിന് ചോദിക്കുന്നതാണ്. പിന്നീട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് റീകോയിൽ ഓഫ് എന്താണ് ഗൺ. അപ്പോൾ അതിനകത്ത് അത്രയും ഇമ്പോർട്ടൻ്റ് ഡെറിവേഷനകത്ത് ഏറ്റവും കൂടുതൽ പ്രാവശ്യം ചോദിച്ചിരിക്കുന്നത് നമ്മുടെ എന്താണ് ബാങ്കിങ് ഓഫ് റോഡാണ്. അത് കഴിഞ്ഞ് നിങ്ങൾ പഠിക്കേണ്ടത് സർക്കുലർ റോഡ് തന്നെയാണ്. അപ്പോൾ അതിൻ്റെയും എല്ലാ സ്റ്റെപ്പുകളും ഉണ്ട്. നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുക, ഒന്ന് സ്ക്രീൻഷോട്ടൊക്കെ എടുത്ത് സെറ്റ് ആയേക്കുക. റെഡിയാടാ. അതിനുശേഷം നമ്മൾ അടുത്ത ചാപ്റ്ററോട്ട് വരികയാണെങ്കിൽ വർക്ക് എനർജി ആൻഡ് പവർ ആണ്. വർക്ക് എനർജി ആൻഡ് പവറിനകത്ത് ഏറ്റവും കൂടുതൽ പ്രാവശ്യം എക്സാമിന് ചോദിച്ചിരിക്കുന്നത് ഏതാണ്, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മെക്കാനിക്കൽ എനർജിയാണ് ഫോർ എ ഫ്രീലി ഫാളിംഗ് ബോഡി. ആ ഒരു ഫ്രീലി ഫാളിംഗ് ബോഡിയുടെ ടോട്ടൽ എനർജി എപ്പോഴും കൺസർവ് ചെയ്യുന്ന ഡെറിവേഷനാണ്. ആ ചാപ്റ്ററിനകത്ത് കുറേ ഡെറിവേഷൻസ് നമുക്ക് അറിയാവുന്നതാണ്. എക്സാമിന് ചോദിച്ചിരിക്കുന്ന ഇതിൽ രണ്ടാമത്തെ ഇമ്പോർട്ടൻസ് നിങ്ങൾ കൊടുക്കേണ്ടത് കൊളീഷനാണ്. മൂന്നാമത്തെ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് സ്പ്രിങ്ങിൻ്റെ ഒരു ഡെറിവേഷൻ നിങ്ങൾക്ക് അറിയാവുന്നതല്ലടാ. ആ സ്പ്രിങ്ങിൻ്റെ ഡെറിവേഷന് മൂന്നാമത് നിങ്ങൾ എന്ത് കൊടുക്കണം, ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കണം. പിന്നീട് വർക്ക് എനർജി തിയറം ഫോർ എന്താണ് കോൺസ്റ്റന്റ് ഫോഴ്സ് ആണ്. വേരിയബിൾ ഫോഴ്സ് അങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല. അപ്പോൾ അത്രയേ ഉള്ളൂ ആ ചാപ്റ്ററിനകത്തെ ഡെറിവേഷൻസ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിട്ട് പോകേണ്ടത് ഈ ഒരു ഡെറിവേഷനാണ്. എല്ലാ മക്കളും എന്ത് ചെയ്യുക, ഇതിൻ്റെ ഒരു സ്ക്രീൻഷോട്ടൊക്കെ എടുത്ത് ഇപ്പോൾ തന്നെ പഠിക്കാൻ തുടങ്ങിക്കൊള്ളുക. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ് നമ്മൾ എന്ത് ചെയ്യുന്നതായിരിക്കും, നമ്മുടെ സൂപ്പർ 6യിലൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഈ സൂപ്പർ 6ൽ ഈ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ ഡെറിവേഷനും കാണും കേട്ടോ. സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് വന്നാൽ അവിടെ ഒറ്റ ഡെറിവേഷനെ പഠിക്കാനുള്ളൂ. പിന്നെ കുറച്ച് കുഞ്ഞു കുഞ്ഞു ഡെറിവേഷൻസ് ഉണ്ട്, അതൊന്നും അങ്ങനെ ചോദിച്ചിട്ടില്ല. ഏറ്റവും കൂടുതൽ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആണ്, മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് റിലേഷൻ കണക്റ്റിംഗ് ആംഗുലാർ മൊമെന്റം ആൻഡ് ടോർക്കാണ്. അപ്പോൾ ഈ ഒരു ഡെറിവേഷനും നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ ബക്കറ്റ് ലിസ്റ്റിൽ ഉറപ്പായും ഉൾപ്പെടുത്തണം. ഈ ചാപ്റ്ററിനകത്ത് ഈ ഡെറിവേഷൻ മാത്രം പഠിച്ചാൽ 3 മാർക്ക് ഉറപ്പാണ്. 3 മാർക്ക് പോക്കറ്റിലിരിക്കും നിങ്ങളുടെ. റെഡി അല്ലേടാ. അതിനുശേഷം വരുന്ന അടുത്ത ചാപ്റ്ററാണ് ഗ്രാവിറ്റേഷൻ. ഗ്രാവിറ്റേഷൻ ഡെറിവേഷൻ്റെ ഒരു ബഹളമാണ് അല്ലേ. അതിനകത്ത് നമുക്ക് പഠിക്കേണ്ട ഡെറിവേഷൻ എന്താണ്, ഹൈറ്റിന് ഡെറിവേഷൻ ഉണ്ട്, ഡെപ്തിന് ഡെറിവേഷൻ ഉണ്ട്, എസ്കേപ്പ് വെലോസിറ്റി ഉണ്ട്, ഓർബിറ്റൽ വെലോസിറ്റി ഉണ്ട്, ടൈം പീരീഡ് ഓഫ് സാറ്റലൈറ്റ് ഉണ്ട്, എനർജി ഓഫ് സാറ്റലൈറ്റ് ഉണ്ട്. ഈ 6 ഡെറിവേഷൻസ് ആണ് ആ ചാപ്റ്ററിനകത്ത് നമുക്ക് പഠിക്കാനുള്ളത്. അതിൽ ഞാൻ കുറച്ച് സാധ്യത കാണുന്നത് നമ്മുടെ എന്താണ് ഡെപ്തിൻ്റെ ഈ ഒരു ഡെറിവേഷനാണ് ഞാൻ കുറച്ച് സാധ്യത കാണുന്നത്. ഏറ്റവും കൂടുതൽ പ്രാവശ്യം ചോദിച്ചിരിക്കുന്ന ഈ ഡെപ്തിൻ്റെ ഈ ഡെറിവേഷൻ തന്നെയാണ്. അവിടെ മറ്റൊരു സാധ്യതയാണ് എസ്കേപ്പ് വെലോസിറ്റിയും ഞാൻ കാണുന്നുണ്ട്. അതുകൊണ്ട് ആ ചാപ്റ്ററിൽ നിന്ന് മാത്രമേ ഞാൻ ഒരു 2 ഡെറിവേഷൻ, ഈ ചാപ്റ്ററിൽ നിന്നും അതേപോലെ തന്നെ നമ്മുടെ ഫ്ലൂയിഡ്സും അതാണ് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള ചാപ്റ്ററുകൾ അല്ലേ, അതിൽ നിന്ന് മാത്രം ഞാൻ 2 ഡെറിവേഷനാണ് പിക്ക് ചെയ്തിരിക്കുന്നത്. എസ്കേപ്പ് സ്പീഡ് നിങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ചിട്ട് പോവുക. ഒന്നെങ്കിൽ എസ്കേപ്പ് സ്പീഡ് അല്ലെങ്കിൽ ഓർബിറ്റൽ വെലോസിറ്റി, അല്ലെങ്കിൽ ഒരെണ്ണം ഉറപ്പായും ചോദിക്കട്ടോ. അപ്പോൾ ഞാൻ എസ്കേപ്പ് സ്പീഡാണ് ഒരു സാധ്യത കൽപ്പിക്കുന്നത്. ഓക്കെ, അല്ലെങ്കിൽ നമ്മുടെ 10 ഡെറിവേഷനുള്ളത് 15 ഡെറിവേഷനായിട്ട് മാറും. അതുകൊണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാത്രമേ ഞാൻ കൊടുത്തിട്ടുള്ളൂ കേട്ടോ. ദെൻ അടുത്ത നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്
സോളിഡ്സിനകത്ത് അങ്ങനെ ഡെറിവേഷൻ ഒന്നുമില്ല. എന്നാൽ ഫ്ലൂയിഡ്സിലോട്ട് വരുമ്പോൾ കുറേ ഡെറിവേഷൻ ഉണ്ട്, വലിയ കുറേ ഡെറിവേഷൻസും കുഞ്ഞു കുറച്ച് ഡെറിവേഷൻസ് ഉള്ള നമ്മുടെ ചാപ്റ്ററാണ്. അതിൽ ചെറിയ ഡെറിവേഷൻസ് ആയിട്ട് വരുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. നമ്മുടെ നമ്മുടെ ഹൈഡ്രോളിക് ലിഫ്റ്റിന്റെ ക്വസ്റ്റ്യൻ 2 മാർക്കോ അല്ലെങ്കിൽ 3 മാർക്കിന് ചോദിക്കുന്നതാണ്. ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി 2 മാർക്കോ 3 മാർക്കിന് ചോദിക്കുന്നതാണ്. അതിനുശേഷം വരുന്ന ഡെറിവേഷൻസ് എല്ലാം വലിയ ഡെറിവേഷനാണ്. നമുക്കറിയാം ബെർണോളിസ് പ്രിൻസിപ്പിൾ ഡെറിവേഷൻ, വലിയ ഡെറിവേഷൻ, ഏറ്റവും കൂടുതൽ പ്രാവശ്യം ചോദിക്കുന്ന ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഡെറിവേഷനാണ് ബെർണോളിസ് പ്രിൻസിപ്പിൾ ഡെറിവേഷൻ. അതിനുശേഷം വരുന്ന നമുക്ക് എല്ലാവർക്കും അറിയാം എക്സസ് പ്രഷറിന്റെ ഡെറിവേഷൻ ഉണ്ട്. അതിനകത്ത് എക്സസ് പ്രഷർ കഴിഞ്ഞാൽ പിന്നെ ടെർമിനൽ വെലോസിറ്റി ഉണ്ട്. ടെർമിനൽ വെലോസിറ്റി കഴിഞ്ഞാൽ പിന്നെ കാപ്പിലറി റേസ് ആണ്. അങ്ങനെ ഏകദേശം ഒരു 6ഓളം ഡെറിവേഷൻ ഉള്ള ചാപ്റ്ററാണ് ബെർണോളിസ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്ന വലിയ ചാപ്റ്ററാണ്. അതിൽ ഞാൻ സാധ്യത കൽപ്പിക്കുന്ന 2 ഡെറിവേഷൻസ് ആണ് നിങ്ങളുടെ മുന്നോട്ട് വെക്കാനായിട്ട് പോകുന്നത്. ഒന്നെങ്കിൽ നമ്മുടെ ഹൈഡ്രോ ലിഫ്റ്റ് വിടരുത്, അത് ഞാനിവിടെ ഉൾപ്പെടുത്തിയിട്ടില്ല, 2 മാർക്ക് ആയതുകൊണ്ട് മാത്രമാണ് ഉൾപ്പെടുത്തായിരുന്നു. എല്ലാവരും ഇത് പഠിച്ചിട്ട് പോകണം. ഒരു ക്വസ്റ്റ്യൻ അവിടെ കാണും എക്സാം ഹാളിൽ. ഒന്നെങ്കിൽ പ്രോബ്ലം അല്ലെങ്കിൽ ഡെറിവേഷൻ എന്ന് പറയാനില്ല, 2 സ്റ്റെപ്പിൽ ആൻസർ കിട്ടുന്നതാണ്. അതുകൊണ്ട് ഇവിടെ ഉൾപ്പെടുത്താത്ത കേട്ടോ. പ്രിൻസിപ്പിൾ, ബെർണോളിസ് പ്രിൻസിപ്പിൾ ഡെറിവേഷൻ എല്ലാവരും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ ഉണ്ട്. ഇത് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് സ്ക്രീൻഷോട്ടൊക്കെ എടുത്തിട്ട് ഒന്ന് സെറ്റാക്കി വെച്ചോളുക. റെഡി അല്ലേ? അതിനുശേഷം വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കാപ്പിലറി റേസ് ആണ്. കാപ്പിലറി റേസ് എല്ലാവരും പഠിച്ചിട്ട് പോവുക. കാപ്പിലറി റേസിൻ്റെ ഡെറിവേഷൻ വളരെ കുറഞ്ഞ സ്റ്റെപ്പുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, അതും ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് പഠിച്ചിട്ട് പോവാം. ദെൻ അതിനുശേഷം നമുക്കറിയാവുന്നതാണ് കുറച്ച് ചാപ്റ്റർ ഞാൻ സ്കിപ്പ് ചെയ്തിട്ടുണ്ട്, കാരണം 10 ഡെറിവേഷൻ ഉൾപ്പെടുത്താൻ പറ്റത്തുള്ളൂ. ആ ചാപ്റ്റർ ജസ്റ്റ് ഞാനൊന്ന് പറഞ്ഞുതരാം. ഫ്ലൂയിഡ്സ് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ ആണ്. തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്ററിനകത്ത് കോഎഫിഷ്യന്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ, ഏരിയൽ എക്സ്പാൻഷൻ, വോളിയം എക്സ്പാൻഷൻ, അതിൻ്റെ ഡെറിവേഷൻ ഒരു പ്രാവശ്യവും മറ്റോ അങ്ങോട്ട് ചോദിച്ചിട്ടുണ്ട്. പറ്റുവാണെങ്കിൽ അതിനകത്ത് മേയേഴ്സ് റിലേഷൻ എനിക്ക് സെക്കൻഡ് തെർമോഡൈനാമിക്സിനകത്തു അല്ലേ അവിടെ. അപ്പോൾ അതിനകത്ത് ആ ഒരു ഡെറിവേഷൻ ഉള്ളൂ. ഡെറിവേഷനായിട്ട് കൂട്ടണ്ട, വിട്ടുകളഞ്ഞേക്കുക. പിന്നെ തെർമോഡൈനാമിക്സിലോട്ട് വരുമ്പോൾ ഇഷ്ടംപോലെ ഡെറിവേഷൻ ഉണ്ട് അല്ലേ. എന്താണ്? ഐസോ തെർമൽ പ്രോസസിൻ്റെ വർക്ക്, അഡയബാറ്റിക് പ്രോസസിൻ്റെ വർക്ക്, പിന്നെ മേയേഴ്സ് റിലേഷൻ ഉണ്ട്. പിന്നീട് അതിനകത്ത് വരുന്ന കാർനോട്ട് എഞ്ചിൻ്റെ എഫിഷ്യൻസി കണ്ടുപിടിക്കാനുള്ള ഒരു ഡെറിവേഷൻ ഉണ്ട്. അതങ്ങനെ ചോദിച്ചിട്ടില്ല, പറ്റുന്നവർ എന്ത് ചെയ്യുക, അതൊന്ന് പഠിച്ചിട്ട് പോവുക. അതിനുശേഷം വരുന്ന കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസ് ആണ്. അതിനകത്തും കുറച്ച് ഡെറിവേഷൻസ് ഉണ്ട്, പക്ഷേ ആ ചാപ്റ്ററിന് ഡെറിവേഷൻ ചോദിക്കാൻ വളരെ സാധ്യത കുറവാണ്. ചോദിക്കുവാണെങ്കിൽ കൈനറ്റിക് എനർജിയും ടെമ്പറേച്ചറുമായിട്ട് റിലേഷൻ ചോദിക്കും. മറ്റേ പാർഷ്യൽ ആ പ്രഷറിൽ നിന്ന് കണ്ടുപിടിക്കുന്ന ഒരു ഇക്വേഷൻ ഉണ്ടല്ലേ. അതേപോലെ തന്നെ പ്രഷറിൻ്റെ ഒരു ഡെറിവേഷൻ ചോദിക്കാൻ സാധ്യത വളരെ കുറവാണ്. 3 മാർക്കിൻ്റെ ക്വസ്റ്റൻ ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ ആ ചാപ്റ്ററിന് 3 മാർക്ക് വെയിറ്റേജ് ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ചോദിക്കാൻ സാധ്യത കുറവാണ്, എന്നാലും പഠിച്ചിട്ട് പോവുക. പിന്നീട് വരുന്ന CP/CV ആ ഒരു സ്പെസിഫിക് കപ്പാസിറ്റിയുടെ റേഷ്യോ ഉണ്ടല്ലോ, അത് വെച്ചിട്ട് ഗാമയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ നമ്മളോട് എപ്പോഴും എക്സാമിൽ ചോദിക്കുന്നതാണ്. ഗാമയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ ചോദിക്കുന്നതാണ്. മോണോറ്റോമിക്, ഡയോറ്റോമിക്, പോളിയോറ്റോമിക് ഗ്യാസിൻ്റെയൊക്കെ ഗാമയുടെ വാല്യൂ നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചിട്ട് പോവുക. അതാണ് അതിനകത്ത് വരുന്ന ഡെറിവേഷൻസ് വരുന്നത്. ദെൻ അതിനുശേഷം വരുന്ന ചാപ്റ്ററാണ് ഓസിലേഷൻ. ഓസിലേഷനകത്ത് നിങ്ങൾ നോക്കിയിട്ട് പോകേണ്ടത് കുറേ ഡെറിവേഷൻസ് ഉണ്ട്. വെലോസിറ്റി, ആക്സിലറേഷൻ, ടൈം പീരീഡ് ഓഫ് സിമ്പിൾ പെൻഡുലം, ടൈം പീരീഡ് ഓഫ് സിമ്പിൾ ഹാർമോണിക് മോഷൻ, എനർജി. 5 ഡെറിവേഷൻസ് ആണ് അതിനകത്ത് വരുന്നത്. ആ 5 ഡെറിവേഷനിൽ ഏതെങ്കിലുമൊക്കെ ഒന്ന് പഠിച്ചിട്ട് പോവുക. ഞാൻ സാധ്യത കാണുന്നത് സിമ്പിൾ പെൻഡുലത്തിനാണ്. ഞാനിതിവിടെ ഉൾപ്പെടുത്തിയിട്ടില്ല. ലാസ്റ്റ് ചാപ്റ്ററായ വേവ്സിലോട്ട് വരികയാണെങ്കിൽ സ്റ്റാൻഡിംഗ് വേവ് ഓൺ എ സ്ട്രിങ് ആണ് ഞാൻ കുറച്ച് സാധ്യത കാണുന്നത്. നമുക്കറിയാം അവിടെയും 3 ഡെറിവേഷൻസ് ഉള്ളത്. സ്റ്റാൻഡിംഗ് വേവ് ഓൺ എ സ്ട്രെച്ചഡ് സ്ട്രിങ്, സ്റ്റാൻഡിംഗ് വേവ് ഓൺ ഓപ്പൺ പൈപ്പ്, ക്ലോസ്ഡ് പൈപ്പ്. ഈ 3 ഡെറിവേഷൻ ഞാനൊരു സാധ്യത കാണുന്നത് സ്ട്രെച്ചഡ് സ്ട്രിങ് ആണ്. ഏറ്റവും കൂടുതൽ പ്രാവശ്യം എക്സാമിന് ചോദിച്ചിരിക്കുന്നു സ്ട്രെച്ചഡ് സ്ട്രിങ് ആണ്. ഇതാണ് നമ്മുടെ 10ാമത്തെ ഡെറിവേഷൻ. ഇതും എല്ലാവരും എന്ത് ചെയ്യുക, സ്ക്രീൻഷോട്ട് എടുക്കുക. അതിൻ്റെ റേഷ്യോ 1:2:3 എന്ന് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഓവറോൾ എല്ലാ ചാപ്റ്ററിലെയും ഡെറിവേഷൻസ് ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്നിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. അതായത് ഏതൊക്കെ ഡെറിവേഷൻസ് ആണ് പഠിക്കേണ്ടതെന്ന് ഒരു ഓവറോൾ ഒരു ഐഡിയ, ഡെറിവേഷൻ്റെ ഐഡിയ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. മോർ ഡീറ്റെയിൽഡ് ഡെറിവേഷൻസിനായിട്ട് നമ്മുടെ സൂപ്പർ 6 നിങ്ങൾ ഉറപ്പായും കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ സൂപ്പർ 6 കാണാം. ബൈ ബൈ.